is Stephen MD. Nice to meet you. Nice to meet you. Welcome to Walk with Me. Thank you. Camry Ice Creamsന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ്. Camry എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഇമോഷനാണ് മോർ ദൻ എനിത്തിങ് എൽസ്. ടെൽ മീ മോർ അബൌട്ട് ദാറ്റ്. ക്യാമറി ബ്രാൻഡ് ലോഞ്ച് ചെയ്തത് 2022-ലാണ്. അതിനു മുമ്പ് നമുക്ക് ഐസ്ക്രീം എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ 2003 ഓൺവേർഡ്സ് ഞങ്ങളുടെ ഫാമിലി ഐസ്ക്രീം ബിസിനസ്സിലുള്ള ആൾക്കാരായിരുന്നു. ഓക്കെ. 2022 ആക്ച്വലി ഒരു റീബ്രാൻഡിങ് ആണ് ഞങ്ങളുടെ ബ്രാൻഡിന് സംഭവിച്ചത്. അപ്പോൾ വെൻ വി ആർ ബിൽഡിംഗ് ദിസ് ക്യാമറി ആസ് എ ബ്രാൻഡ്, ആ ബ്രാൻഡ് കമ്മ്യൂണിക്കേഷൻ വളരെ ക്ലിയർ ആവണം എന്നുള്ളത് ഞങ്ങളുടെ ഒരു ആവശ്യമായിരുന്നു. അപ്പോൾ അതിൻ്റെ ബേസിസിൽ ഞങ്ങൾ ഇമോഷണലി കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടാഗ് ലൈൻ എടുക്കുകയും അതിനെ ബേസ് ചെയ്തൊരു ക്യാമ്പയിൻ ബിൽഡ് ചെയ്യുകയും ചെയ്തു. അതുകൊണ്ടാണ് ഒരു പക്ഷേ ഇന്ന് മലയാളി സമൂഹം ഇങ്ങനെ ക്യാമറയെ ഓർത്തിരിക്കുന്നത്. അതെ, ഭയങ്കര ഒരു റീകോളും ഒരു ഇമോഷണൽ കണക്റ്റും ഉള്ളൊരു ഫുഡ് പ്രോഡക്റ്റ് ആണ് ക്യാമറയിൽ നിന്ന്. അതെ അതെ. സോ ഫുഡ് ബ്രാൻഡ് എപ്പോഴും ഭയങ്കര ഒരു റിസ്കി ബിസിനസ്സാണ്. സോ ദെയർസ് എ ലോട്ട് ഓഫ് സേഫ്റ്റി കൺസേൺസ്, ഒത്തിരി കാര്യങ്ങൾ ഇൻവോൾവ് ആണ്. സോ ഹൗ ഡു യു ടേക്ക് കെയർ ഓഫ് ഓൾ ദാറ്റ് അലോങ് വിത്ത് സ്കെയിലിംഗ്? ഇത് ഞങ്ങൾ ഒരു ദിവസം കൊണ്ട് ഇത്രയും വലുതായതല്ല. 2003 ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് വളരെ ചെറിയൊരു ഫാക്ടറിയും അതിനോടനുബന്ധമായി ചെറിയൊരു മാർക്കറ്റുമാണ് നമുക്കുണ്ടായിരുന്നത്. സോ വി ഹാവ് ബിൽഡ് അവർ സിസ്റ്റംസ് ഇൻ ദ ലാസ്റ്റ് 20 years. അപ്പോൾ ഈ 20 കൊല്ലം അല്ലെങ്കിൽ 22 കൊല്ലത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് ശരിക്കും ഇത്രയും സ്കെയിലിലേക്ക് നമുക്ക് വരാൻ സാധിച്ചതിൻ്റെ കാരണം. അപ്പോൾ അത് ഈ ഓരോ എക്സ്പീരിയൻസും ഓരോ ലേണിംഗ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ വി ഹാവ് ഡെവലപ്ഡ് അവർ സിസ്റ്റംസ് ഇൻ ഹൗസ്. ഞങ്ങളുടെ ഫുഡ് പ്രോസസ്സിങ് ആയാലും ഞങ്ങളുടെ ഹൈജീൻ സ്റ്റാൻഡേർഡ്സ് ആയാലും എല്ലാത്തിനും അതിൻ്റേതായ ഒരു സിസ്റ്റവും പ്രോസസ്സും ഞങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിച്ചു. പിന്നെ ഓരോ ഫാക്ടറി പണിയുമ്പോഴും വി കീപ് ഡെവലപ്പിംഗ് അവർ ഫാക്ടറീസ്. ബിക്കോസ് ഞങ്ങളിപ്പോൾ 4ാമത്തെ ഫാക്ടറിയുടെ ഒരു സെറ്റപ്പ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ സോ വി ഡു ഇൻറ്റൻസീവ് പ്ലാനിങ് വെൻ വി ഡിസൈൻ എ ഫാക്ടറി ടു മീറ്റ് ഓൾ ദ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ്. ആ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് തന്നെ ഓരോ നിമിഷവും അല്ലെങ്കിൽ ഓരോ വർഷങ്ങളിലും മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈവൻ FSSAI ഗൈഡ് ലൈൻസും ഒക്കെ നമുക്ക് അതിന് ഒരു അസിസ്റ്റ് ചെയ്യുന്ന ഒരു സംവിധാനമാണ്. അത് ഒത്തിരി പ്രാവശ്യം അപ്ഡേറ്റ് ആവുന്നൊരു കാര്യമാണ് അല്ലേ FSSAI സ്റ്റാൻഡേർഡ്സ്? അത് അവർ സ്ട്രിഞ്ചൻറ്റ് ക്വാളിറ്റി നോംസ് എവറി ഇയർ വന്നുകൊണ്ടിരിക്കുക. ബിക്കോസ് ദേ വാണ്ടഡ് ടു ബി ലൈക്ക് എൻ ഇൻ്റർനാഷണൽ കൺട്രി വെയർ ഇൻ ഫുഡ് സേഫ്റ്റി ഈസ് ടോപ്പ് പ്രയോറിറ്റി. അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ ദേ ആർ കീപ്പിംഗ് ഓൺ ഇംപ്ലിമെൻറ്റിങ് സ്ട്രിക്റ്റർ നോംസ് എവറി ഇയർ. അപ്പോൾ അത് നമുക്ക് ആക്ച്വലി എല്ലാ ഫുഡ് പ്രോസസ്സേഴ്സിനും ഫോളോ ചെയ്യാൻ സാധിച്ചാൽ ദ ഫുഡ് ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് ഇമ്പ്രൂവ് ചെയ്യും. നമുക്ക് ഈ സേഫ്റ്റി, പണ്ടൊക്കെ നമ്മൾ ഐസ്ക്രീം കഴിക്കുമ്പോൾ ഒത്തിരി പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഒരു ഐസ്ക്രീം കഴിക്കുമ്പോൾ അത്രയും പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കില്ല. ബിക്കോസ് ദർ ഇസ് എ ലോട്ട് ഓഫ് ക്വാളിറ്റി ചെക്സ് ബീങ് ഇൻ ദ സിസ്റ്റം. നമുക്കപ്പോൾ അതുകൊണ്ട് തന്നെ ഒത്തിരി ചെറുകിട ഈ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് ഒന്നും പാലിക്കാത്ത ഒത്തിരി ആൾക്കാർ, ഒത്തിരി ബിസിനസ്സുകൾ ഔട്ട് ആവുകയും ചെയ്തിട്ടുണ്ട്. ബിക്കോസ് FSSAI പുട്ട് stringent norms. So that was my next question to you. There are so many small scale players as well as national players. In between all of this, how do you still not get swallowed or not get drowned in between all of this? നമുക്ക് 2 രീതിയിലാണ് ഈ ഐസ്ക്രീം ഇൻഡസ്ട്രിയിലെ കോമ്പറ്റീഷൻ വരുന്നത്. ഒന്ന് ചെറിയ സ്മോൾ സ്കെയിൽ പ്ലെയേഴ്സ്, പക്ഷെ ഞങ്ങളുടെ അത്രയും ഓട്ടോമേഷനോ ഞങ്ങളുടെ അത്രയും യൂണീക്ക് പ്രൊഡക്ട്സോ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഫ്രയൊന്നും അവർക്കില്ല. പിന്നെ ഈ പറയണോണം അവരുടെ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് ഒക്കെ ദേ ആർ ഓൾവേസ് ഓൺ ദ ബോട്ടം ലൈൻ കോമ്പറ്റീഷനാണ്. അവരെപ്പോഴും പ്രൈസിലും മത്സരിക്കുകയും കാര്യങ്ങളും ഒക്കെയാണ്. നമുക്ക് എനിക്ക് തോന്നുന്നു യു ഹാവ് കം ഓൺ എ ബിസി ഡേ, സോ we will shift our discussion to our concept store. അതെ അതെ. അപ്പോൾ we will go to our concept store and probably sit over there and then probably that will be nice. So this is the concept store you were talking about. Yes. So എന്താണ് ഇതിന്റെ പിന്നിലെ ഒരു ഡിസൈൻ? അതായത് ഐസ്ക്രീം ഈസ് മോർ ഓഫ് എൻ ഇമോഷൻ. നമ്മൾ സംസാരിച്ചോളം തന്നെ മോർ ഓഫ് എൻ ഇമോഷൻ. Having an ice cream is the feeling has to be enhanced with the ambience around it. ആംബിയൻസ് ആയിക്കോട്ടെ, മൂഡ് ആയിക്കോട്ടെ. പിന്നെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഐസ്ക്രീം ഒരിക്കലും ഒരു ദേഷ്യപ്പെട്ട് നമ്മൾ ആരും കഴിക്കാറില്ല. നമ്മളൊന്നെങ്കിൽ ഒരു പോസിറ്റീവ് ഫീലിങ്ങിന് വേണ്ടി കഴിക്കും, അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ഫീലിംഗ് ഉള്ള സമയത്ത് കഴിക്കും. സോ അങ്ങനെ അപ്പോൾ ഒരു മൂഡ് എൻഹാൻസ്ഡ് ആണ് ഐസ്ക്രീം. ഇപ്പോൾ റിസർച്ചും യൂറോപ്യൻ യൂണിയനിലൊക്കെ റിസർച്ച് നടക്കുന്നതും അത് തന്നെയാണ്. ഐസ്ക്രീം ഈസ് എ മൂഡ് എൻഹാൻസർ ലൈക്ക് ചോക്ലേറ്റ്സ്. അപ്പോൾ അങ്ങനെ ഒരു ഇത് വന്നപ്പോൾ ഞങ്ങൾ വി തോട്ട് ദാറ്റ് വി നീഡ് ടു ഹാവ് എ ഇൻഫ്ര വിച്ച് എൻഹാൻസസ് ദ മൂഡ് ഓഫ് ഹാവിങ് എൻ ഐസ്ക്രീം.
അപ്പം അങ്ങനെ ഒരു ഇൻഫ്ര നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ അത്ര അവൈലബിൾ അല്ല. പ്രോബബ്ലി വി ഹാവ് സീൻ ഇറ്റ് ഇൻ ഔട്ട് ഓഫ് ഇന്ത്യ ഓർ പ്രോബബ്ലി ഇൻ സബ് പാർട്സ് ഓഫ് ബാംഗ്ലൂർ ഓർ ബോംബെ. സോ വി വാണ്ടഡ് ടു ബ്രിങ് ദ സെയിം എക്സ്പീരിയൻസ് ടു പീപ്പിൾ ഇൻ കേരള. അപ്പോൾ അങ്ങനെ നോക്കി കഴിഞ്ഞപ്പോൾ വി വാണ്ടഡ് ടു ഡിസൈൻ എ കോൺസെപ്റ്റ് സ്റ്റോർ which should be a 360-degree influence on having an ice cream. അപ്പോൾ അങ്ങനെ ഒരു 360-degree എൻഹാൻസ് ചെയ്യുന്ന ഒരു ഇൻഫ്ര വേണമെന്ന് തീരുമാനിച്ചു. അപ്പോൾ ദാറ്റ്സ് ഹൗ ദ എൻ്റെ തോട്ട് പ്രോസസ് കെയിം. ദെൻ വി വാണ്ടഡ് ടു ഡിസൈൻ എ യുണീക്ക് സ്ട്രക്ചർ ഫോർ ദാറ്റ്. അപ്പോൾ അങ്ങനെ ഡിസൈൻ ചെയ്തൊരു സ്ട്രക്ചറും അവിടെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല പ്രോഡക്ട്സും ചെയ്യണമെന്ന് ചിന്തിച്ചാണ് ദിസ് കോൺസെപ്റ്റ് സ്റ്റോർ വാസ് ഡെവലപ്ഡ്. Okay, lovely. So I was just looking at this and wondering, like, do you invite franchisees? Like, angane aanengil, is this how every Be Merry store should look like, outlet should look like? Be Merry'il it's the tagline says that it's to enhance memories. നമ്മൾ അതുകൊണ്ട് തന്നെ ബീമറിയിൽ പെട്ടെന്നൊരു ഫ്രാഞ്ചൈസി എക്സ്പ്ലോഷൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. വി വാണ്ടഡ് ടു ഇൻവൈറ്റ് ഫ്രാഞ്ചൈസീസ് ഹൂ ക്യാൻ ഹോൾഡ് ഓൺ ടു ദ വാല്യൂസ് ദാറ്റ് ബീമറി സ്റ്റാൻഡ് ഫോർ. അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഒത്തിരി എൻക്വയറീസ് വന്നു. ഈ ഇൻഫ്ര കണ്ട് ഇതിൻ്റെ ആംബിയൻസ് കണ്ട് ഒത്തിരി പേര് ഇഷ്ടപ്പെട്ട് വരുന്നുണ്ട്. പക്ഷേ വി ആർ വെരി ചൂസി. നമ്മൾ സെലക്ട് ചെയ്യുന്ന ആൾക്കാർ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഫോർ മണി. ഇപ്പം ആൾക്കാർ ഫ്രാഞ്ചൈസി ഇൻവൈറ്റ് ചെയ്യുമ്പോൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് നാളെ ഒരു വർഷം കൊണ്ട് പൈസ ഉണ്ടാക്കാം. ഇതല്ല, the basic concept is different. അപ്പോൾ we wanted to develop it something like a Starbucks or similar to that range, wherein we experience a store rather than eating a lot out of it. അല്ലെങ്കിൽ കൺസ്യൂം ചെയ്യുക, ഒരു 3 മിനിറ്റിൽ കൺസ്യൂം ചെയ്യുക, ഇറങ്ങി ഓടുക. That is not the concept here. അപ്പോൾ അതുകൊണ്ട് തന്നെ we are very choosy on the franchisee. That is one. Two, on the design wise, we wanted to keep some elements same, like the color pattern, the glass infra, or some of the patterns we wanted to keep it identical, but based on the location, based on the infra that is existing there, we might tweak a little bit. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്തേക്കുന്നത്. പക്ഷേ വന്നിട്ട് ഞങ്ങൾക്കൊരു ഇഷ്ടപ്പെട്ട ഒരു ഇറ്റ്സ് ലൈക്ക് എ മാരേജ്. ഫ്രാഞ്ചൈസർ ഇസ് ലൈക്ക് എ മാരേജ്. അപ്പോൾ അങ്ങനെ ഒരു ഇഷ്ടപ്പെട്ട ഒരു റിലേഷൻ ഒരെണ്ണം വന്നിങ്ങനെ ഡിസ്കഷനിൽ നടക്കുന്നുണ്ട്. അതർവൈസ് ഇറ്റ്സ് വി ആർ ഓൾവേസ് ടെല്ലിങ് ദാറ്റ് ദിസ് ഇസ് നോട്ട് ദ വേ ടു ഗോ ഓർ പ്രോബബ്ലി ദിസ് ഇസ് നോട്ട് അവർ കോൺസെപ്റ്റ്. അങ്ങനെ ചിന്തിച്ച് നമ്മൾ എക്സിറ്റ് ചെയ്യുകയാണ്. സോ ഈ ഡിസൈനിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ another thing that I want to ask you is about packaging and branding of Camry. It's I would say നമ്മുടെ ഇപ്പോഴത്തെ മാർക്കറ്റിൽ കാണുന്ന ഒരു ജനറൽ ഡിസൈൻ ലാംഗ്വേജ് അല്ല നിങ്ങൾ ഫോളോ ചെയ്യുന്നത്. അതിനെപ്പറ്റി എന്താണ്, വാട്ട് വാസ് എ തോട്ട് പ്രോസസ് ബിഹൈൻഡ് ഇറ്റ്? പാക്കേജിങ്ങിൽ വി വാണ്ടഡ് ടു കീപ് ദാറ്റ് ഗോൾഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ ത്രൂ ഔട്ട്. അപ്പോൾ ബ്ലാക്കിൽ ഗോൾഡൻ ലെറ്റേഴ്സാണ് ക്യാമറയുടെ ബ്രാൻഡിങ് വരുന്നത് ഇൻ പാക്കേജിങ്. റോയൽ എലഗൻറ്റ് ലുക്ക് വേണം എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു. പിന്നെ ടു ഐഡൻറ്റിഫൈ ഫ്ലേവേഴ്സ്, നമ്മളൊരു കളർ പാറ്റേൺ ടബ്സിൻ്റെ എല്ലാം നമ്മൾ ഈസിലി ഐഡൻറ്റിഫയബിൾ ആവണം. കാരണം വെൻ യു ഓപ്പൺ എ ഫ്രീസർ, യു ആർ ഓപ്പണിങ് എ ഫ്രീസർ വിത്ത് ലോട്ട് ഓഫ് എന്താ പറയുക ഐസ് ക്രിസ്റ്റൽസും എല്ലാം ഉള്ള ഒരു സ്ഥലത്താണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി അങ്ങനെ ഒരു കളർ പാറ്റേൺ കൂടെ കൊടുത്തിട്ടുണ്ട്. ബേസിക്കലി വി വാണ്ടഡ് ടു കീപ് ഇറ്റ് പ്ലെയിൻ ബ്ലാക്ക് വിത്ത് ജസ്റ്റ് ദറ്റ് പ്രോഡക്റ്റ് ഇൻ ഇറ്റ്. പക്ഷേ ഈ കളർ പാറ്റേൺ കൊടുത്തതിൻ്റെ റീസൺ ഐഡൻറ്റിഫിക്കേഷന് വേണ്ടി മാത്രമാണ്. പിന്നെ ബ്രാൻഡിങ് ഫേസിലേക്ക് വരുമ്പോൾ what we thought was branding get noticed when we break the clutter. അപ്പോൾ അങ്ങനെ നോക്കി കഴിഞ്ഞപ്പോൾ at that point in time it was all on natural color, natural fruits, natural flavor. It was all the branding was all on functional attributes of ice cream. അല്ലെങ്കിൽ നിങ്ങൾ മഴയത്ത് കഴിക്കാൻ പറ്റുന്ന ഐസ്ക്രീം. പിന്നെ എല്ലാ ഒരു സ്റ്റീരിയോ ടൈപ്പ് ആയിരുന്നു അഡ്വർടൈസ്മെന്റിൽ, wherein you have milk flowing, you have fruits in it, and then that was the closing in most of the ice cream advertisement. അപ്പോൾ അതിൽ നിന്ന് മാറി you wanted to catch an emotion. അപ്പോൾ അങ്ങനെ ഇമോഷൻ ക്യാച്ച് ചെയ്യണമെന്ന് തോന്നിയപ്പോൾ we thought we need a good tagline to do that. അപ്പോൾ we stand for the variety of flavors that we have. അപ്പോൾ അങ്ങനെ വെറൈറ്റി ഓഫ് ഫ്ലേവേഴ്സിനെ ഒരു ഹ്യൂമൻ ഇമോഷനായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോൾ, പിന്നെ നമ്മുടെ സെലിബ്രിറ്റിയും ഈ ഫഹദൻ നസ്രിയൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ അവർ തമ്മിലുള്ള ലവ് എലമെൻറ്റിനെ എങ്ങനെ നമുക്ക് ഇതുമായിട്ട് കണക്ട് ചെയ്യാം എന്നുള്ളതായിരുന്നു ഡിസ്കഷൻ. That's how the love has many flavors tagline came, and then we designed the campaign based on that. അപ്പോൾ these days
കൺസ്യൂമേഴ്സിൻ്റെ അറ്റൻഷൻ സ്പാൻ കുറഞ്ഞു വരാം. വാട്ട് എവർ വി പുഷ് ചെയ്തിട്ട് കാര്യമില്ല, അൺലെസ് ദേ ഗെറ്റ് നോട്ടീസ്ഡ് ദെൻ ഇറ്റ്സ് എ വേസ്റ്റ് ഓഫ് മണി. അപ്പോൾ അങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞപ്പോൾ സംതിങ് എൻ്റർടൈനിങ്, സംതിങ് ദറ്റ് ദ പീപ്പിൾ ആർ ലുക്കിംഗ് ഫോർവേഡ് ടു. അപ്പോൾ അങ്ങനെയാണ് ഈ ഇവർ തമ്മിലുള്ള ഒരു ലവ് എലമെൻറ്റ് നമ്മുടെ ഫ്ലേവറും ഒക്കെ ആയിട്ടൊരു ഒന്ന് ഫ്ലേവറുമായിട്ട് ലിങ്ക് ചെയ്യാവുന്ന രീതിയിൽ നമ്മളൊരു ക്യാമ്പയിൻ ഡിസൈൻ ചെയ്തു. Everything seems enhanced in your ads. സോ ബിക്കോസ് അറ്റ് ദാറ്റ് പോയിന്റ് ഇൻ ടൈം പ്രകാശ് ചേട്ടൻ, ഇപ്പോൾ പ്രകാശ് വർമ്മയാണ് നമ്മുടെ പരസ്യം ചെയ്തത്. അപ്പോൾ പ്രകാശ് ചേട്ടനും പിന്നെ ഹരി എന്ന് പറഞ്ഞൊരു ചേട്ടനും, അവർ രണ്ടുപേരും കൂടിയാണ് ദ ബേസിക് കോൺസെപ്റ്റ് was developed by them. They developed it well. So the first phase. Yeah, it's a very beautiful ad. Yeah. So as an executive director of Camry, how hands-on are you? അത്ര ഹാൻഡ്സ് ഓൺ അല്ല. അല്ല. ഞാൻ ബേസിക്കലി ഒരു ഇലക്ട്രോണിക്സ് എഞ്ചിനീയറാണ്. എൻ്റെ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറാണ്. അപ്പോൾ ഈ കമ്പ്യൂട്ടർ പ്രോഗ്രാമിങ്ങിൽ ഒരു കാര്യം പറയും, നമ്മൾ പ്രോഗ്രാം ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വി ഡോണ്ട് ലുക്ക് ഇൻ ടു ഹൗ ഇറ്റ് ഓപ്പറേറ്റ്സ് അൺലെസ് ദർ ഇസ് എ പ്രോബ്ലം വിത്ത് ദ പ്രോഗ്രാം. അപ്പോൾ വി ജനറലി മോസ്റ്റ് ഓഫ് ദ ഓൺടർപ്രണേഴ്സ് ഫോർ ദാറ്റ് മാറ്റർ അവർ പ്രോഗ്രാം ഡിസൈൻ ചെയ്യുള്ളൂ. ദേ ഡിസൈൻ ദ എൻ്റയർ ബിസിനസ് and then they step back and then observe whether it is going as per their direction. അപ്പോൾ അങ്ങനെ ഒരു ഹാൻഡ്സ് ഓൺ ഇന്നിപ്പോൾ ഫാക്ടറിയിൽ ഡെയിലി വരണമെന്ന് വെച്ചാൽ ഐ ഡോണ്ട് നെവർ ഗോ ടു ദ ഫാക്ടറി. മേ ബി വൺസ് ഇൻ എ മന്ത് ഓർ ട്വൈസ് ഇൻ എ മന്ത് ഐ ഗോ ടു ദ ഫാക്ടറി. പക്ഷേ ഹാൻഡ്സ് ഓൺ ആയിട്ട് ചെയ്യുന്ന രണ്ട് കാര്യങ്ങളുണ്ട് ബിസിനസ്സിൽ. ഒന്ന് ഈസ് മാർക്കറ്റിംഗ്, വിച്ച് ഐ തിങ്ക് ഹോൾഡ്സ് എ വെരി കീ റോൾ ഇൻ ബിസിനസ് ഗ്രോത്ത്. ടു ഈസ് ന്യൂ പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ്. സ്റ്റീവ് ജോബ്സ് ഞാൻ ചില സമയത്ത് സ്റ്റീവ് ജോബ്സിൻ്റെ ഭയങ്കര ഒരു ആരാധന. അപ്പോൾ സ്റ്റീവ് ജോബ്സ് രണ്ട് കാര്യങ്ങൾ വളരെ ഫോക്കസ്ഡ് ആയിരുന്നു. വൺ ഈസ് ഓൺ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ്. ഹി കീപ്റ്റ് ആൻ ഐ ഓൺ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ്. ടു ഈസ് ഹൗ ഹി ലോഞ്ച്ഡ് ദ പ്രോഡക്റ്റ്. അപ്പോൾ പ്രോഡക്റ്റ് ലോഞ്ചിന് വേണ്ടി കൺസ്യൂമേഴ്സ് വെയിറ്റ് ചെയ്യുമായിരുന്നു സ്റ്റീവ് ജോബ്സിൻ്റെ കേസിൽ. സിമിലർ ടു ദാറ്റ് നമ്മുടെ ഒരു പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് ഫേസിൽ ചില യുണീക്ക് പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ്സ് ഞാൻ ഇൻവോൾവ് ചെയ്യും. പിന്നെ രണ്ടാമത് ഈ മാർക്കറ്റിംഗ് സംബന്ധമായ കാര്യങ്ങളിൽ വളരെ ആക്റ്റീവായിട്ട് ഇൻവോൾവ് ചെയ്യും. So can I say that it's more of a leadership role than a firefighting role? Yeah, it is more of a leadership role. പിന്നെ ഞാനിങ്ങനെ പറയുന്നത് ജനറലി when there is a big problem in any of the sectors, it will generally get escalated to us. അപ്പോൾ അങ്ങനെ ഒരു എസ്കലേഷൻ വന്നു കഴിഞ്ഞാൽ then only I usually get involved. Otherwise, where is the time to get involved in all the activities? Because we have close to 600 employees with 3 factories. അപ്പോൾ അത് ദാറ്റ് ഈസ് ജസ്റ്റ് ഫോർ ദ ഫുഡ് ഡിവിഷൻ. അപ്പോൾ ഞങ്ങളെപ്പോലെ ആൾക്കാർക്ക് ഒരു പക്ഷേ ഇങ്ങനെ ഒരു ഡേ ടു ഡേ അഫയേഴ്സ് ഓഫ് ഫേമിലേക്കോ ബിസിനസ്സിലേക്കോ ഇടപെടാൻ പറ്റിക്കോളണമെന്നില്ല. ബട്ട് സ്റ്റിൽ there are daily MIS which keeps coming in. I look at it and probably monthly MIS are ones which I keep a tap on. അപ്പോൾ അത് നമുക്കൊരു ഇൻഡിക്കേഷൻ ആണ് where the business is going or whether there is any problem associated. So അങ്ങനെ ഒരു റോളിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. സോ നൗ വി വിൽ സിറ്റ് ഡൗൺ, ഹാവ് എ കോഫി ആൻഡ് ദെൻ എക്സ്പീരിയൻസ് സ്റ്റോർ ആണ് കോഫി. അതെ, കോഫി ഈസ് സംതിങ് വിച്ച് ഈസ് not there in the ice cream range, but still you don't have a coffee ice cream? No, coffee ice cream is not there. Okay, as a coffee lover, I'm telling you, you must have a coffee ice cream. We'll try it out. Since coffee is plenty available here. Yes. So we thought. So at least coffee. Let's start. Yeah, let's start with the coffee. So how do you identify flavor trends, and how does that translate into a flavor in actuality in your brand? Flavors, we were primarily focused on food-based flavors till 2022-23. Camry launch ചെയ്തൊരു കഴിഞ്ഞപ്പോൾ we thought that ഈ യൂത്ത് കുറച്ചും കൂടെ ഈ റെഡ് വെൽവെറ്റ് അല്ലെങ്കിൽ ഒരു ബിസ്കോഫ്, കാരമൽ അങ്ങനെയുള്ള പുതിയ ഫ്ലേവേഴ്സിലേക്ക്, അതായത് മോർ ദാൻ ഫ്രൂട്ട് ഫ്ലേവേഴ്സ്, അവർ കുറച്ചും കൂടി ഒരു ബേസ്ഡ് ഫ്ലേവേഴ്സിലേക്ക് മാറുന്നതായിട്ട്. ബിക്കോസ് കേക്സിലാണ് ഫസ്റ്റ് ആ ട്രെൻഡൊക്കെ വരാറ്. ജനറലി കേക്സിൽ ഫസ്റ്റ് ട്രെൻഡ് വരും ബിക്കോസ് ഇറ്റ്സ് ഈസി ടു ഇന്നോവേറ്റ് ഓൺ എ കേക്ക്. ഐസ്ക്രീമിൽ നമ്മൾ അങ്ങനെ ഒരു ഇന്നോവേഷൻ കൊണ്ടുവരണമെങ്കിൽ ഇറ്റ് ടേക്സ് ടൈം ബിക്കോസ് ഇറ്റ്സ് എ ഷെൽഫ് ലൈഫ് ഉള്ള ഒരു പ്രൊഡക്റ്റ് ആയതുകൊണ്ട്. അപ്പോൾ വി കീപ് ലുക്കിംഗ് ഫോർ ദീസ് ട്രെൻഡ്സ് ഇൻ അതർ ബിസിനസ്സസ് ലൈക്ക് കേക്സിലെ ട്രെൻഡ് അല്ലെങ്കിൽ ഔട്ട്സൈഡ് ഇന്ത്യ വരുന്ന ട്രെൻഡുകൾ.
പിന്നെ പ്രോബബ്ലി സംടൈംസ് ഓൺ ദ ദർ ആർ ട്രെൻഡ്സ് ലൈക്ക് ഈ പറയുന്ന ചില പർട്ടിക്കുലർ ട്രെൻഡുകൾ നമുക്ക് ഫുഡ് ഹാബിറ്റ്സിൽ തന്നെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ട്രെൻഡ്സ് നോക്കിയിട്ട് വി കീപ് ഡെവലപ്പിംഗ് new flavors. Like Red Velvet was a flavor which we launched, and then it became a hit. The campaign was also focused on Red Velvet. പിന്നെ ഒരു ഞങ്ങൾ ഡിസൈൻ ചെയ്തൊരു പ്രൊഡക്റ്റാണ് ദിൽസെ എന്ന് പറഞ്ഞു, വിച്ച് ഈസ് ഇൻ ദ ഫോം ഓഫ് എ ഹാർട്ട്. അപ്പോൾ അങ്ങനെയുള്ള ചില ട്രെൻഡുകൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും. പിന്നെ ഡെവലപ്മെൻറ്റിന് വേണ്ടി കുറച്ച് ടൈം എടുക്കും. ബിക്കോസ് the time may range from probably 1 month to maybe 3 or 4 months, because മൾട്ടിപ്പിൾ ഐറ്ററേഷൻസ് നമ്മളിവിടെ ചെയ്യും. മൾട്ടിപ്പിൾ ഐറ്ററേഷൻസ് ചെയ്തിട്ടാണ് ദ ഫൈനൽ പ്രൊഡക്റ്റ് കംസ് ഔട്ട്. അപ്പോൾ വി മൈറ്റ് ബി ഡെവലപ്പിംഗ് ദ പ്രൊഡക്ട്സ് വിച്ച് കുഡ് ബി ലോഞ്ച്ഡ് ഇൻ മാർച്ച് ഓർ ഏപ്രിൽ ദിസ് ഇയർ, നെക്സ്റ്റ് ഇയർ, ആസ് ഇൻ 2026. നൗ ദ ഡെവലപ്മെൻറ്റ് ഈസ് ഹാപ്പനിങ് ഓൺ ദാറ്റ്. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഈ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് ഫേസ് നടക്കുന്നത്. And do you intend on expanding beyond Kerala? ഞങ്ങൾ ഓൾറെഡി തമിഴ്നാട്ടിലൊരു സൈസബിൾ വോളിയം ചെയ്യുന്നുണ്ട്. വി സെൽ അറൌണ്ട് 20% or 20-25% ഓഫ് അവർ സെയിൽസ് കംസ് ഫ്രം ഔട്ട്സൈഡ് കേരള. നമുക്ക് നമ്മുടെ ബ്രാൻഡ് അംബാസിഡേഴ്സ് ഈസ് ഫ്യൂവലിംഗ് ദാറ്റ് വാട്ട് യു സേ സ്റ്റേറ്റ് എക്സ്പാൻഷൻ ഫോർ ദാറ്റ് മാറ്റർ. അപ്പോൾ അതൊരു എലമെൻ്റാണ്, അത് ഡെവലപ്മെൻറ്റ് നടക്കുന്നുമുണ്ട്. സോ ദാറ്റ് ഈസ് ദെയർ ഓൾറെഡി. അപ്പോൾ in the coming years probably we might be looking at Tamil Nadu and Karnataka to a larger extent. കാരണം in terms of distribution or in terms of production? പ്രൊഡക്ഷൻ ഫെസിലിറ്റി നമ്മൾ ആന്ധ്രയിൽ ചിത്തൂർ ഒരു ഫാക്ടറി നമ്മൾ സ്ഥലം ഓൾറെഡി അക്വയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ there is going to be a factory being set up there. Lovely. That factory will cater to Andhra, Telangana, Tamil Nadu and Karnataka. So all the 4 states. തമിഴ്നാട് ഓൾവേസ് അപ്പർ തമിഴ്നാട് ആയിരിക്കും, നോർത്ത് തമിഴ്നാട് ആയിരിക്കും. സൗത്ത് തമിഴ്നാട് ക്യാൻ ബി കാറ്റർഡ് ഫ്രം ഫാക്ടറീസ് ഫ്രം കേരള ഓൺലി. So do you think Kerala audience has become more experimental, or are we still very vanilla at heart? ഇല്ല, കേരളം കമ്പയർഡ് ടു അതർ സ്റ്റേറ്റ്സ് ദേ ആർ വെരി എക്സ്പെരിമെൻ്റൽ. അപ്പോൾ പുതിയ ഫ്ലേവർ വന്നു കഴിഞ്ഞാൽ അവർ എക്സ്പെരിമെൻറ്റ് ചെയ്യാനൊക്കെ വളരെ താല്പര്യമുള്ള ആൾക്കാരാണ്. വേറെ വെൻ യു ഗോ ഔട്ട് സൈഡ് ഓഫ് കേരള, they generally know vanilla, strawberry, butterscotch, chocolate. That's it. Or maybe pista. Only 5 flavors they know. Whereas in Kerala we have tender coconuts, red velvets, cookies and cream. ഞങ്ങൾ ലോഞ്ച് ചെയ്യുന്ന എല്ലാ പ്രൊഡക്റ്റും തന്നെ നല്ലൊരു ഫസ്റ്റ് നല്ല ടേക്ക് നടക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരള പീപ്പിൾ ആർ എക്സ്പെരിമെൻറ്റിങ് ഓൺ ഫുഡ്, എസ്പെഷ്യലി ഓൺ ഫുഡ്. Compared to rest of India, I would say. Generally, the food market is pretty. കാരണം we get bored to one flavor most of the time. No, അതുകൊണ്ട് തന്നെ ഞങ്ങളും we keep on experimenting on the flavors that we come out with. So, Kerala market is very experimental. And there is one saying that if it succeeds in Kerala, it will succeed in any part of India. അപ്പോൾ അതുകൊണ്ട് തന്നെ Kerala is like a testing ground for many of the brands. We used to do a product from Mumbai. They used to first test it in Kerala. ഇവിടെ acceptance, ഇവിടെ എല്ലാവരും ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ they will roll it out in pan India. അപ്പോൾ Kerala is actually a testing ground for most of the products, I would say. ഇത് നമ്മളാണ് ഏറ്റവും ക്രിട്ടിക്കലായിട്ടും പറയണത്, ഏറ്റവും നന്നായ കഴിഞ്ഞാലും പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യുന്നത് നമ്മളാണ്. So വേറൊരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളത്, do you think we still go with that guilt free indulgence എന്ന് പറഞ്ഞൊരു ആ ഒരു കോൺസെപ്റ്റ് നമ്മുടെ ഡയറ്റിലോട്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു മാനസിക സ്ഥിതിയിലോട്ട് വന്നതായിട്ട് തോന്നുന്നുണ്ടോ? ഓർ ഡു വി സ്റ്റിൽ കൗണ്ട് കാലറീസ് വെൻ വി ഹാവ് ഐസ്ക്രീംസ്? ഉണ്ട്. ഇൻ ദ മേജർ സിറ്റീസ് ഇറ്റ് ഈസ് ഹാപ്പനിങ് ടു എ സർട്ടൻ എക്സ്റ്റെൻറ്റ്. ആൾക്കാരെ ഗിൽറ്റ് ഫ്രീ അല്ലെങ്കിൽ സീറോ ഷുഗർ എന്നൊക്കെ പറഞ്ഞ് ആ ട്രെൻഡ് ഈസ് ജനറലി ഇൻക്രീസിങ്. പക്ഷെ ഞങ്ങളുടെ ഒരു അസസ്മെൻറ്റിൽ ഐസ്ക്രീം ഈസ് നോട്ട്, it's just like chocolate. You cannot have a zero sugar chocolate and then enjoy it. So it's an indulgence product, not a I would say ഒരു ഗിൽറ്റ് ഫ്രീ പ്രൊഡക്റ്റ് ആക്കാൻ പറ്റിയ ഒരു സാധനമല്ല. ബിക്കോസ് മൂഡ് എൻഹാൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന എല്ലാ ഫീച്ചേഴ്സും ഒരു ഷുഗറും അതൊക്കെ കൂടെ വരുമ്പോഴാണ് മൂഡ് എൻഹാൻസ്മെന്റ് നടക്കുള്ളൂ. അതെ, എക്സാക്ട്ലി. സോ അതുകൊണ്ട് തന്നെ പക്ഷേ കേരളത്തിലൊരു ട്രെൻഡ് ഉണ്ട്, എസ്പെഷ്യലി ഇൻ അർബൻ സിറ്റീസ് ലൈക്ക് കൊച്ചിൻ സിറ്റി, മെട്രോസ്, ട്രിവാൻഡ്രം മെട്രോ സിറ്റി, ദർ ഇസ് എ ട്രെൻഡ് ദർ.
ഞങ്ങളൊരു സീറോ ഷുഗർ ഐസ്ക്രീം അതിനെ ഇറക്കിയിരുന്നു, വിച്ച് ഇസ് ടോട്ടലി ഇൻ എ ഡിഫറെൻറ്റ് ലുക്ക്. ബിക്കോസ് നമ്മളൊരു ഷുഗർ ഇട്ട ഐസ്ക്രീമിൻ്റെ ഒരു ഫ്ലേവറോ ടേസ്റ്റോ അല്ല ഒരു സീറോ ആഡഡ് ഷുഗർ ഒരു മോങ് ഫ്രൂട്ട് ഡെറിവേറ്റീവ് സ്വീറ്റ്നർ യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വി ഡോണ്ട് വാണ്ട് ടു കൺഫ്യൂസ് ദ കസ്റ്റമർ, ബിക്കോസ് കൺസ്യൂമർ ഒരു സീറോ ഷുഗർ മേടിച്ചിട്ട് വി ആർ നോട്ട് ഗെറ്റിംഗ് ദാറ്റ് കൈൻഡ് ഓഫ് എ ഫ്ലേവർ എന്ന് പറയുമ്പോൾ അതുകൊണ്ട് തന്നെ വി ഹാവ് ബ്രാൻഡഡ് ഇറ്റ് ഇൻ എ ടോട്ടലി different packaging altogether. Okay. So it's still under Camry? It's still under Camry, but the packaging looks entirely different. It's a yellowish green with a blue branding. Oh, okay. So it's and you said something about monk fruit, so that's the derivative. We wanted to use natural derivative as much as possible. So monk fruit inde derivative aanu nammal artificial sweetener aayittu use cheyyunne. But when we count the calories in that also, it's almost at par. It's only that samadhanam kittum, pinne there is no sugar spike then the day after you consume ice cream. So basically or sugar spike illa. We are keeping on debating on that front, whether if the calories are not getting reduced, then what is the point in adding monk fruit, or probably if it just reduces maybe 5% of the calories, then it doesn't make sense to have a zero sugar. This is a fact. So this is a fact, but people do consume because it states that it's zero sugar and guilt free. Then you get that mental feeling it's that you are not consuming calories. But no, ice cream has got milk, it has got fat, it has got other solids. Which actually has calories. So it's up to the person who consumes it. It's okay if the trend is like that. We are not going to change the trend. Because I was also thinking, pandokke or ice cream nu parnal, it's like a birthday cake or it was an occasional product. Occasional product ആണ്. പക്ഷെ ഇന്ന് നമ്മൾ ഏത് വീട്ടിൽ ചെന്നിട്ട് ഒരു ഫ്രീസർ തുറന്നു നോക്കിയാലും there is at least 2 tubs of flavors in their fridge. It's become a part of your daily life. Exactly. So how are you catering to that in particularly? ഫാമിലി പാക്സ് നമ്മുടെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വി കീപ്പ് ഓൺ ഗെറ്റിംഗ് ദിസ് സൂപ്പർ മാർക്കറ്റ്സിൽ നിന്ന് പോകുന്ന ടേക്ക് ഓഫ് കൂടുതൽ ഈ ഫാമിലി പാക്സ്. അപ്പോൾ ഈ പലരും പറയാറുണ്ട് വീട്ടിൽ ഇപ്പോൾ ഫ്രിഡ്ജ് തുറന്ന ഫ്രീസറിൽ മാത്രമല്ല താഴെ ഇരിക്കുന്ന ഷെൽഫുകളിലും ക്യാമറയുടെ ടബ്സാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അതിനുള്ളിൽ ഈ പച്ചക്കറികളൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടി നമ്മുടെ ടബ്സ് ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ ടബ്സിൻ്റെ ഉള്ളിൽ നിന്നാണ് പിന്നെ ഇടയ്ക്ക് കിച്ചൻ്റെ ഉള്ളിൽ സോൾട്ട് വെക്കാനും. അപ്പോൾ ഇതിന് ഈ ടബ്സിനൊരു സെക്കൻഡറി യൂസും കൂടെ ഞങ്ങൾ കാണുന്നുണ്ട്. കാരണം ഇറ്റ് ഗെറ്റ്സ് യൂസ്ഡ് ഇൻ കിച്ചൺ, ഗെറ്റ്സ് യൂസ്ഡ് ഇൻ ദ ഫ്രീസർ ഓർ ഫ്രിഡ്ജ് ടു സ്റ്റോർ അതർ ഐറ്റംസ് ആസ് വെൽ വൺസ് ദ ഐസ്ക്രീം ഗെറ്റ്സ് ഓവർ. അപ്പോൾ ഇതിനെ ബേസ് ചെയ്ത് ഞങ്ങളൊരു ആഡ് ഫിലിമൊക്കെ ചെയ്താലോ എന്ന് ആലോചിച്ചതാണ്. ബിക്കോസ് ഇറ്റ്സ് എ ലോട്ട് ഓഫ് people get confused. Once you open the fridge, it's all Camry ice cream tubs. But fortunately or unfortunately, there will be only one tub with ice cream in it. So, can have coffee. I think coffee might get cool now. So, it's been a while since you've been into this. Yeah. What is it one like heartbreak or a failure that shaped you as a leader? Failure എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെയിലിയേഴ്സ് ഇല്ലാത്ത മനുഷ്യരില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മാത്രമല്ല എവറി ബിസിനസ് മാൻ ഹാവ് ഗോട്ട് ഫെയിലിയേഴ്സ്. അവർക്ക് പക്ഷേ ദിസ് നെവർ ഗെറ്റ്സ് ഡിസ്കസ്ഡ് അറ്റ് എനി പോയിന്റ് ഇൻ ടൈം. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഫെയിലിയേഴ്സ് എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. 2012 ഞാൻ MBA കഴിഞ്ഞ് ബിസിനസ്സിൽ ജോയിൻ ചെയ്തതാണ്. ഞാൻ പ്രായം പിടിച്ചു അതിൽ. 2012 പ്രായം കുറച്ച് ഡിസ്ഗൈസ്ഡ് ആണ് ഞാൻ, ക്യാമഫ്ലൈസ്ഡ് ആണ് അല്ലേ. അപ്പോൾ 2012 ബിസിനസ്സിൽ ജോയിൻ ചെയ്ത ആളാണ്. 2014-15 വി ഹാഡ് ടു ക്ലോസ് ഡൗൺ എ ഫാക്ടറി, നോട്ട് ദ ഐസ്ക്രീം ഫാക്ടറി ബട്ട് എ ഡിഫറെൻറ്റ് ഫാക്ടറി വിച്ച് ഐ വാസ് മാനേജിങ്. അതൊരു ഒരു ഫാക്ടറി ക്ലോസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് മോർ ദാൻ ദ മണി ദാറ്റ് വി ലൂസ്. അതിൻ്റെ എംപ്ലോയീസ് പ്രോബബ്ലി അന്ന് ഞങ്ങൾ ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഒരു 30-40 എംപ്ലോയീസ് ഉണ്ടായിരുന്നു ആ ഫാക്ടറിയിൽ. അവരുടെ ഫീലിംഗ് ഒക്കെ കാണുമ്പോൾ നമുക്ക് ഉണ്ടാവണം അവരുടെ ഒരു ലൈവ്ലിഹുഡ് നഷ്ടപ്പെട്ടോണം. അതായത് ആ ഫാക്ടറിയോട് ചുറ്റി ജീവിച്ചിരുന്ന ആൾക്കാരാണ്. ദാറ്റ് ഈസ് വൺ ഹാർട്ട് ബ്രേക്കർ വിച്ച് ഐ ഹാഡ്.
ഞങ്ങൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ എല്ലാവരെയും വേറെ ഫാക്ടറികൾ ഞങ്ങളുടെ അടുത്തുള്ള ഫാക്ടറികളിലേക്ക് റീലൊക്കേറ്റ് ചെയ്യിപ്പിച്ചു. ഐസ്ക്രീം ഫാക്ടറിയിലേക്ക് ഞങ്ങളൊരു 10 പേർക്ക് കൊടുത്തു. ബാക്കിയുള്ളവരടുത്ത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. മേ ബി സംബഡി എൽസ് മൈറ്റ് ബി ടേക്കിംഗ് ഓവർ ദാറ്റ് ഫാക്ടറി. അപ്പോൾ അങ്ങനെ ഒരു ഹാർട്ട് ബ്രേക്കിംഗ് സിറ്റുവേഷൻ, ഒരു ഫെയിലിയർ ഉണ്ടായിട്ടുണ്ട്. മോർ ദാൻ ദ മണി ദാറ്റ് വി ലൂസ്, again I'm telling you, the feeling of the employees, അതാണ് അത് ഭയങ്കര ഒരു ഫീലിംഗ് ആണ്. കാരണം അവർ അന്ന് വരെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്ഥാപനം നാളെ മുതൽ നിങ്ങൾ നാളെ മുതൽ ഫാക്ടറി ഇല്ല കേട്ടോ എന്ന് പറഞ്ഞ് ഇറങ്ങി പോരേണ്ട ഒരു അവസ്ഥ ഉണ്ടല്ലോ. ദാറ്റ് ഈസ് വൺ തിങ് വിച്ച് ഈസ് വെരി പെയിൻഫുൾ. പക്ഷേ നമ്മുടെ ഈ ചില ഫിനാൻഷ്യൽ ഒബ്ലിഗേഷൻ നോക്കുമ്പോൾ നമുക്കത് കൊണ്ടുപോയി നടക്കാനും പറ്റാത്ത അവസ്ഥ വരും. സോ ദാറ്റ് ഈസ് വൺ തിങ് വിച്ച് ഈസ് വെരി ഹാർട്ട് ബ്രേക്കിംഗ് ഫോർ മീ. അത് വൺ ഓഫ് ദ ഫെയിലിയേഴ്സ് എന്ന് ഞാൻ പറയില്ല, ബട്ട് സംതിങ് വിച്ച് ഷേപ്ഡ് മൈ ഫ്യൂച്ചർ എന്ന് ഞാൻ പറയും. ബിക്കോസ് that was a learning ground for me. Because failures in there ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ we will seek multiple options to make it successful after it failed. നമ്മൾ ഫെയിൽ ചെയ്ത് കഴിയുമ്പോൾ ഇത് എന്തുകൊണ്ട് ഫെയിൽ ചെയ്തു, എന്തൊക്കെ ചെയ്തിരുന്നെങ്കിൽ രക്ഷപ്പെടാൻ സാധിക്കുമായിരുന്നു, ഇങ്ങനെയുള്ള ഒത്തിരി ഓപ്ഷൻസ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വലിയൊരു ലേണിംഗ് ആയിരുന്നു എൻ്റെ ജീവിതത്തിൽ. പിന്നെ ഉള്ള ഫെയിലിയർ എന്ന് പറഞ്ഞാൽ വിച്ച് ആർ വെരി വെരി സ്മോൾ ഫെയിലിയേഴ്സ്, ലൈക്ക് maybe opening a store and then closing it down, which doesn't matter. But this factory closing was something which really really impacted. It helped me because it was a great learning for me. Learning ആയിരുന്നു. ആൻഡ് ആ ഫാക്ടറി ഒരു വിഷമമുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഫാക്ടറി ഹാസ് നെവർ ബീൻ സക്സസ്ഫുൾ. അത് 2009 തുടങ്ങിയ ഫാക്ടറിയാണ്. നൗ ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് like say 16 years. Probably the ownership might have changed almost 7 or 8 times. Oh wow. And still it is not successful. Still it is closed. That whether it's a problem of the industry or something else, even it was not an ice cream. It was not an ice cream. It was basically a furniture manufacturing unit, which is basically a wooden furniture ഉണ്ടാക്കുന്ന ഒരു യൂണിറ്റ് ആയിരുന്നു ഇവിടെ അടുത്ത് തന്നെ. So I took it as a challenge when I came out of MBA. This was ഇത് രണ്ടുപേര് കൈമറിഞ്ഞ് സക്സസ്ഫുൾ ആവാണ്ട് നിൽക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ ഞാൻ തീരുമാനിച്ചു, യെസ് വി നീഡ് ടു ടേക്ക് സംതിങ് ചാലഞ്ചിങ് റാദർ ദാൻ ഗോയിങ് ടു ദ റുട്ടീൻ എക്സിസ്റ്റിംഗ് എസ്റ്റാബ്ലിഷ്ഡ് ബിസിനസ്സസ് ദാറ്റ് വി ഹാവ്. അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. ബട്ട് സ്റ്റിൽ ഇറ്റ് വാസ് നോട്ട് എ വെരി സക്സസ്ഫുൾ വെഞ്ചർ. ബട്ട് ഇറ്റ്സ് ഓക്കെ. ഞാൻ ഇതിൻ്റെ ഇടയിൽ പറഞ്ഞു പ്രായം പിടിച്ചു പോകുന്നു. ഞാനൊരു ചെറിയ ഷോക്കിലിരിക്കുകയാണ്, ഞാനത് പ്രതീക്ഷിച്ചില്ല. സോ ഐ ഫീൽ ലൈക്ക് ദർ ഈസ് some funny stories around it. I have a feeling. Is that right? ശരിയാണ്. ഞാൻ എൻ്റെ മുഖം കണ്ടു കഴിഞ്ഞാൽ അധികം പേര് മാക്സിമം സ്ട്രെച്ച് ഔട്ട് ചെയ്ത് പറയുന്ന പ്രായം എന്ന് പറഞ്ഞാൽ 27-28 ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു എക്സിബിഷനോ അല്ലെങ്കിൽ ഒരു എക്സിബിഷനൊക്കെ ചില സമയത്ത് ഞങ്ങൾ ഒരുമിച്ച് പോകുമ്പോൾ എൻ്റെ പാർട്ട്ണറിൻ്റെ അടുത്ത് പറയും, മകൻ്റെ കൂടെ വന്നതല്ലേ എന്ന് ചോദിക്കും. അപ്പോൾ സോ ഐ ഗെറ്റ് റെക്കഗ്നൈസ്ഡ് ആസ് എ boy in college or probably just passed out of college. Okay. അപ്പോൾ അതൊരു രസകരമായ പല സമയങ്ങളിൽ രസകരമായ അനുഭവങ്ങൾ ക്രിയേറ്റ് ചെയ്തേക്കുന്ന ഒരു സംഭവം. അപ്പോൾ ഈവൻ വെൻ വി ഗോ ടു ഔട്ട്സൈഡ് ഇന്ത്യ ടൂർസ് ഒക്കെ നടത്തുമ്പോൾ ജനറലി ക്ലബ്സ് ഹാവ് ദറ്റ് ക്യാപ്പിംഗ് ഓഫ് ഏജ്. അപ്പോൾ എനിക്ക് മിക്കവാറും ഫ്രീ എൻട്രിയാണ് എല്ലായിടത്തും. അപ്പോൾ ഫ്രീ എൻട്രി എന്ന് പറഞ്ഞാൽ ഈ പയ്യനാണ് അവൻ കയറി പൊക്കോളും എന്നുള്ള സ്റ്റൈല്. ഞാനൊരു ബർമൂഡയും ടീഷർട്ടൊക്കെ ഇട്ട് വന്നു കഴിഞ്ഞാൽ ഐ വിൽ സ്റ്റിൽ ലുക്ക് യങ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഐ ഗെറ്റ് ഫ്രീ എൻട്രി അക്രോസ്. വേറെ മൈ ഡീലേഴ്സ് യൂസ് ടു കംപ്ലൈൻറ്റ്. ഡീലർമാർ പറയും സാറിന് ഒരു പ്രശ്നമില്ല, സാറിന് കയറ്റി വിടും, പക്ഷെ ഞങ്ങളെ അവിടെ തടഞ്ഞു, സെക്യൂരിറ്റി തടഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി കംപ്ലൈൻറ്റ്സ് ഒക്കെ വരാറുണ്ട്. അപ്പോൾ ഡീലേഴ്സ് ആയിട്ട് സാധനം പറയും തലമുടി ചെറുതായിട്ടൊന്ന് നരപ്പിക്ക്, അല്ലെങ്കിൽ ഇതെങ്ങനെ. പിന്നെ ചിലർ ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഇതെങ്ങനെ ഇങ്ങനെ യുവത്വം മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നു. അപ്പം ഞാൻ പറയും, നമ്മൾ റെഗുലറായിട്ട് ക്യാമറ കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ അതും ചില പർട്ടിക്കുലർ ഫ്ലേവേഴ്സ് ടേസ്റ്റ് എപ്പോഴും കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല, നിങ്ങൾ എന്നെ പോലെ യങ്ങായിട്ടിരിക്കും എന്ന് പറഞ്ഞിരിക്കാറുണ്ട്. ബട്ട് ദ റിയൽ ഫാക്ട് ഈസ് ഒരു ഹാപ്പിനെസ് കോഷ്യൻ്റ് കൂടുതലാണ്. ജനറലി ഐ എൻജോയ് ലൈഫ്. അപ്പോൾ അങ്ങനെ ഒരു ജീവിതം ആസ്വദിക്കുന്നതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഞാനിങ്ങനെ ഇരിക്കുന്നത്. ഓർ പ്രോബബ്ലി മൈ ഹെറിഡിറ്ററി മൈറ്റ് ഹാവ് ബീൻ സോ ഗുഡ്. അപ്പോൾ എൻ്റെ ഫാദറാണ്. ദാറ്റ്സ് വൈ ദാറ്റ് ഏജ് ലിമിറ്റ് ഓർ ഏജ് ഫാക്ടർ ഈസ് കമ്മിങ് ഇൻ. പക്ഷേ അതിനൊരു നെഗറ്റീവ് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് എന്ന് ഞാൻ പറയില്ല. ദർ ആർ സം കൺസ്ട്രെയിൻസ് ഓൾസോ വിത്ത് ദ ലുക്സ് ഓഫ് ഇറ്റ്. വെൻ വി ഗോ ഫോർ സം സീരിയസ് ഡിസ്കഷൻസ് അതിനൊരു ടേക്കപ്പ് ചെയ്യുന്ന രീതി ചില സ്റ്റീരിയോ ടൈപ്സിനെ എക്സ്പെക്ട് ചെയ്യും ആൾക്കാർ. അപ്പോൾ ഒരു ബിസിനസ് ഓണർ എന്ന് പറയുമ്പോൾ യു ഷുഡ് ഹാവ്
എ ബിഗ് ബെല്ലി, യു ഷുഡ് ബി 5 feet 10. കേൾക്കണ്ട. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റൗട്ട് സീരിയസ് ഗായ് എന്നുള്ള ഫീലിംഗ് ആണ്. ബട്ട് ഐ എം നോട്ട് ദാറ്റ് കൈൻഡ് ഓഫ് എ ഗായ്. സോ അതിൽ ചില ആൾക്കാർ എന്ന് പറയാറുണ്ടെങ്കിലും ജനറലി ഓൺ കോൺവെർസേഷൻസ് തിങ്സ് ഗെറ്റ് ചേഞ്ച്ഡ്. So let's say Camry. If Camry was a person, would Camry be a partner, a friend, or a demanding child? Can you repeat that question? Oh, sure. It's a risky question. I need to think a lot. So if Camry was a person. Okay, and so if it was a person, what would it be to you? Okay, a partner, a best friend, or a very demanding child? It will be a best friend. Yeah? Yeah. That's lovely. Friendship is more than a partner or a demanding child. Okay. Because I love friendship a lot. Okay. I've got good friends around. So I would treat it as a friend. Oh, that's lovely. So ഇനി നമ്മളിപ്പം നേരത്തെ ഫാക്ടറി അടയ്ക്കുന്നതിൻ്റെ കാര്യവും എംപ്ലോയീസിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. ഇവിടുത്തെ എംപ്ലോയി സ്ട്രെങ്ത് എങ്ങനെയാണ്? ഹൗ ഡു യു കീപ് യുവർ വർക്ക് ഫോഴ്സ് ടുഗദർ? ടെൽ മീ സംതിങ് അബൌട്ട് ദാറ്റ്. ഞങ്ങൾക്ക് 3 ഫാക്ടറികളായിട്ട് ഏകദേശം 600+ എംപ്ലോയീസ് ഉണ്ട്, ഇൻക്ലൂഡിങ് മാർക്കറ്റിംഗ്, സെയിൽസ് സ്റ്റാഫ്. വി ഹവ് ഗോട്ട് ആൻ HR ടീം ആൻഡ് വി ജനറലി കീപ് വെരി ഗുഡ് ഫ്രണ്ട്ഷിപ്പ് വിത്ത് അവർ എംപ്ലോയീസ് റാദർ ദാൻ എ ബോസ് സബോർഡിനേറ്റ് റിലേഷൻഷിപ്പ്. They are free to come to even to the MD or the executive director and tell their problems. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഇഷ്യൂ ഉണ്ടായത്, ഐ വിൽ നോട്ട് റേറ്റ് ഇറ്റ് ആസ് ആൻ ഇഷ്യൂ. നമ്മുടെ ഒരു PF സബ്മിറ്റ് ചെയ്തതിൽ ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. മോർ ദാൻ 60 ആയിട്ടുള്ള എംപ്ലോയീസിന്, ബിക്കോസ് HR വാസ് നോട്ട് നോയിങ് ഇറ്റ്, PF അടച്ചുകൊണ്ടിരുന്നു. ആൻഡ് ദെൻ 2 ലക്ഷം രൂപ PF ഉള്ള ഞങ്ങളുടെ സെക്യൂരിറ്റി എംപ്ലോയിക്ക് വരെ 2 ലക്ഷം രൂപ PF ഡെപ്പോസിറ്റ് ഉണ്ട്. പക്ഷേ ഇവർ 60+ ആയതുകൊണ്ട് ഇവർക്ക് തിരിച്ച് കിട്ടണമെന്നില്ല. ദർ ആർ ലോട്ട് ഓഫ് കൺഫ്യൂഷൻസ് ഇൻ ദ PF ഓഫീസ്. അത് കഴിഞ്ഞ് പിന്നെ ഏറ്റവും സാധനം എൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നവർ, they came to me and told that because they are all 67, 65, 60, they are all contract now, on contract now. പിന്നെ then I went to the PF office. I myself went to the PF office, sat with the PF officer, told that there is an issue there. അപ്പോൾ the employees were so happy because they got it after 2 years of constant follow-up. കാരണം ഇത് ഒരു ക്ലറിക്കൽ മിസ്റ്റേക്ക് ഹാപ്പൻ ടു ദ കമ്പനി, വിച്ച് വി ഓൾസോ അഡ്മിറ്റ് ഇറ്റ്. പക്ഷേ ഇത് കറക്റ്റ് ചെയ്ത് കിട്ടുക എന്ന് പറയുന്നത് ഇറ്റ് ടുക്ക് എ ലോട്ട് ഓഫ് ടൈം. പക്ഷെ അതിന് they had the freedom to come even to the director or executive director for that matter. അത് ഞങ്ങൾ കീപ്പ് ചെയ്യുന്നുണ്ട്. വി ജനറലി ഗോ വിത്ത് ദം ഫോർ ആനുവൽ ടൂർസ്, പിന്നെ എൻഗേജ്മെൻറ്റ് ആക്ടിവിറ്റീസ് നടത്തുന്നുണ്ട്, ക്രിസ്മസ്, ഓണം സെലിബ്രേഷൻസ് നടത്തുന്നുണ്ട്, ദെൻ എംപ്ലോയി ഓഫ് ദ മന്ത്, അങ്ങനെയുള്ള ഒത്തിരി എൻഗേജ്മെൻറ്റ് ആക്ടിവിറ്റീസ് നമ്മൾ എംപ്ലോയീസുമായിട്ട് നടത്തുന്നുണ്ട്. സോ വി കീപ്പ് എ ഫ്രണ്ട്ലി റിലേഷൻ വിത്ത് ദം. വി ഡോണ്ട് ട്രീറ്റ് ദം ആസ് the employees or subordinates, and they are free to call me by the name Stephen only, because I don't want them to call me sir and then talk about me wrong about me at the back of the mind. So I generally believe in the US system wherein you treat your subordinate as your friend or probably your colleague, and then they are free to call me anything. We generally discuss. They are free to oppose our views, probably tell their views about the company, or probably so a lot of things. They are free to do everything. So it's an open door policy. Yeah, it's an open door policy, except in factory, when factory operations are happening, because there needs to be a military system wherein the cleanliness has to be followed, and probably some of the operation guidelines have to be followed. That is something which is different. But when it comes to the general administration, they are free to come to me, or probably any director for that matter. So you were talking about your core team. ആരൊക്കെയാണ് the directors? ഞാൻ 2012 ജോയിൻ ചെയ്ത ആളാണ്. ഐ എം ദ ലാസ്റ്റ് എൻട്രൻറ്റ് ഇൻ ദ ഫാമിലി ബിസിനസ്. Okay. ഞാൻ ആക്ച്വലി ബിസിനസ്സിൽ ജോയിൻ ചെയ്യുന്നത് 2007 എഞ്ചിനീയറിംഗ് പഠിക്കുന്ന സമയത്ത് മുതൽ ഐ എം എ ഡയറക്ടർ ഓഫ് ഓർ പാർട്ണർ ഇൻ മോസ്റ്റ് ഓഫ് ദ ഫേംസ്. ഞങ്ങളുടെ ഒരു ഫാദറിൻ്റെ ഒരു കസിനാണ് ഒരു ഡയറക്ടർ ഉള്ളത്, മിസ്റ്റർ ബിനോയ് ജോസഫ്. ഹി ടേക്സ് കെയർ ഓഫ് ദ ടെക്നിക്കൽ ആസ്പെക്ട്സ് ഓഫ് ദ എൻ്റെ ഫാക്ടറി ഓപ്പറേഷൻസ്, ടെക്നിക്കൽ ആൻഡ് ഓപ്പറേഷൻ ആസ്പെക്ട്സ്. പിന്നെ എൻ്റെ ഒരു അങ്കിൾ ഉണ്ട്, ഫാദറിൻ്റെ ബ്രദറാണ്. ഹിസ് നെയിം ഈസ് വർഗീസ്. Takes care of the finance activities, financing of the entire projects, day-to-day financing activities and all. He takes care. And there is another cousin, father's cousin by the name Nijin. He takes care of the sales activities in Kerala and some parts of Karnataka and Andhra. I generally look into the strategy and marketing front of it.
That's how the family is divided. And then we have other businesses too. ഞങ്ങൾ അതിനെക്കുറിച്ച് ബ്രീഫ് ചെയ്തില്ല. We are into plastic injection molded products, which is like revenue wise it's at par with probably Camry ice cream as a whole. So that is a separate vertical which operates with its own managers and sales staff and all. So that is one division which is apart from food product il ഞങ്ങൾക്ക് ice cream ഉം whip topping ഉണ്ട്, non dairy whip topping, which is used for making cakes. അപ്പോൾ non dairy whip topping in കേരളത്തിലെ only plant ആണ്. South Indiaയിലെ one of the biggest plants is with us. അപ്പോൾ അത് that is one thing. So that is in Aluvai. So അതുണ്ട്. കേരളത്തിൽ 2 ഫെസിലിറ്റിയാണ്. കേരളത്തിൽ 3 ഫെസിലിറ്റി ഉണ്ട്. ഒന്ന് കണ്ണൂർ ഒരു ഫാക്ടറി ഉണ്ട്, ഇവിടെ പെരുമ്പാവൂർ ഒരു ഫാക്ടറി, ആലുവയിൽ ഒരു ഫാക്ടറി. സോ വി ഹാവ് 3 ഫാക്ടറീസ് ഇൻ കേരള. വലിയ 4th ഫാക്ടറി ഈസ് കമ്മിങ് ഇൻ ആന്ധ്ര, ചിത്തൂർ. സോ എന്താണ് ക്യാമറിക്ക് വേണ്ടിയിട്ടുള്ള വിഷൻ ഫോർ പ്രോബ്ലി ആഫ്റ്റർ 10 years? എന്താണ്, വാട്ട് ഡു യു സീ ക്യാമറി ആസ്? ഞങ്ങൾ 2030 വിഷൻ 2030 ഓൾറെഡി ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ വി വാണ്ടഡ് ടു ബി എ പാൻ സൗത്ത് ഇന്ത്യൻ ബ്രാൻഡ്. അപ്പോൾ നമ്മൾ ഓൾറെഡി തമിഴ്നാട് നന്നായിട്ട് ചെയ്യുന്നുണ്ട്, സെയിൽസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആന്ധ്ര ചിത്തൂർ ഫാക്ടറി വന്നു കഴിയുമ്പോൾ ആന്ധ്രയും തമിഴ്നാടും കർണാടകത്തിലും ഒരു സ്ട്രെങ്ത് ആവണം. സോ ദ ബ്രാൻഡ് ലുക്ക് ആൻഡ് ഫീൽ വിൽ റിമെയിൻ സെയിം, ബട്ട് the campaign might have a Tamil Kannada accent to it. Probably there will be a small flavor shift in the campaign. അപ്പോൾ that is going to be interesting. അപ്പോൾ 2030 നമുക്ക് when we go to a market we ensure that we should be at least in 1 to 3 position. അപ്പോൾ അതിലേക്കുള്ളൊരു ജേർണിയാണ് 2030 വരെ ഉള്ളത്. 2035 ഒക്കെ ആകുമ്പോഴേക്കും probably we might be a listed company with products in a lot of dairy products coming in. So yogurt is one thing which we are looking into. Flavored yogurt? Flavored as well as plain. അപ്പോൾ അതിൻ്റെ പ്രോജക്റ്റ് ഒക്കെ സ്റ്റഡി ചെയ്ത് വെച്ചേക്കാണ്, ബട്ട് സ്റ്റിൽ some things are still pending from our side. So that is something which is we are very keen to enter that because ഞാൻ പറയാൻ വരുമായിരുന്നു, നോർമലി വെൻ ഐ ഹാവ് കോൺവെർസേഷൻസ് വിത്ത് ബിസിനസ് ഓണേഴ്സ്, ഈ പറ്റിയ പൊട്ടത്തരങ്ങൾ അല്ലെങ്കിൽ പാളിപ്പോയ കഥകൾ ഇതൊന്നും അങ്ങനെ അധികം കേൾക്കാറില്ല. ബട്ട് യു ബീൻ വെരി ഓപ്പൺ അബൌട്ട് ഇറ്റ് ആൻഡ് യു told me some stories and I really appreciate that. And thank you so much for spending so much time with me. Thank you so much. Thank you so much for being with me. Yeah.